ഹലോ ഗായ്സ്, നാളെ പെരുന്നാളാണ്. ഞാനിതിപ്പോൾ കുറച്ച് മുന്നേ വർക്ക് കഴിഞ്ഞ് വന്നുള്ളൂ. ഒരു 11 മണി ആ ടൈമായി. അപ്പോൾ വീട്ടിൽ വന്ന് ഒന്ന് ഷായി. ഇപ്പം എന്താ അടുത്ത പണി? മൈലാഞ്ചി ഇടണം. അപ്പോൾ നമ്മൾ മൈലാഞ്ചി ഇടാൻ സ്റ്റാർട്ട് ചെയ്യണം. ടൈം എത്രയെന്നറിയോ? 1:30. ഓക്കെ, നമുക്ക് നോക്കാം. കുറച്ച് നേരത്തെ ചെറുതായിട്ടൊരു മൈലാഞ്ചി ഇട്ടിട്ട് ഉറങ്ങണം. ഈ നേരം എടുത്ത് എണിക്കണ്ടേ? അപ്പോൾ നമുക്ക് മൈലാഞ്ചി ഇടാം. നമ്മളെങ്ങനെയാണ് മൈലാഞ്ചി ഇടുന്നത്? ആരും ഇട്ട് തരാനില്ല. ഇട്ടുതരാനില്ല പറഞ്ഞാൽ ലേറ്റായി വർക്ക് കഴിഞ്ഞ് വന്നതല്ല. അതുകൊണ്ട് ആരും ഇല്ല. കുറച്ച് മുന്നാണെങ്കിൽ ആരെങ്കിലൊക്കെ ഉണ്ടായില്ല. പ്രായമില്ലൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്യാം. നമുക്ക് വലകേക്ക് എന്താണ് ഇടതുകയിലിടുമ്പോൾ കുഴപ്പമില്ല, വലകയെ പിടിച്ചിടാം. പക്ഷെ ഇടയിലിടാൻ പാടാം. ട്രൈ ചെയ്യണം. ഭയങ്കരമായിട്ടുണ്ടാവും. ട്രൈ ചെയ്തിട്ടുണ്ട്. പറ്റുന്ന വിധത്തിൽ ചെറുതായിട്ടെങ്കിലും കുറേ സിനിമയായിട്ട് മൈലാഞ്ചി ചെയ്തിട്ടില്ല. നോക്കാം എത്രത്തോളം സക്സസ് ആവാം. പക്ഷെ മൈലാഞ്ചിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എങ്ങനെ ഇട്ടാലും അവസാനം ചോദിക്കുന്ന നല്ല ഭംഗിയുണ്ട്. ഒരുവിധം കുഴപ്പമില്ലാതെ നമ്മൾ നോക്കാതെ മൈലാഞ്ചി സീറ്റ് എങ്ങനെ ഉണ്ടാവുമെന്ന് വെയിറ്റ് ചെയ്യാം. എല്ലാവരും മൈലാഞ്ചി ഇത്ര എഴുതിയിട്ടുണ്ടല്ലോ. ചെറുതാകുമ്പോഴത്തേക്ക് ചെറുതാകുമ്പോൾ ഒരു 15-16 വയസ്സ് ടൈമിലൊക്കെ എന്താണ് ഞങ്ങൾ കുറച്ച് ബാങ്ക് എല്ലാവരും കൂടി ചേർന്ന് ഒരുമിച്ച് 10 മണിക്കൊക്കെ ഒരു വീട്ടിൽ കയറി അവിടെ മൈലാഞ്ചി വെച്ചിട്ട് എല്ലാവർക്കും സംസാരിച്ച് മാക്സിമം ഞങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ രാവിലെ പോകും. ചിലപ്പോൾ നേരത്തെ മൈലാഞ്ചിടാനായിട്ടില്ല ഡ്രസ്സ് സ്റ്റിച്ചിങ്ങും. അപ്പം തന്നെ നമ്മൾ സ്റ്റിച്ചിങ്ങൊക്കെ ചെയ്യുന്നത് എല്ലാവരും ഡ്രസ്സ് ഇടുന്നുണ്ട്. എല്ലാവർക്കും ക്ലിയറായി ഡ്രസ്സ് സ്റ്റിച്ചൊക്കെ ചെയ്ത് കൊടുത്ത് എല്ലാം കറക്റ്റാക്കി ആൾക്ക് ഓൾമോസ്റ്റ് അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്തിട്ട് പിന്നെ മൈലാഞ്ചി ഇടാൻ ഇനി ഇടുന്ന ചിലപ്പോൾ കഴിയുമ്പോൾ തന്നെ ഇടുന്നു. പിന്നെ ശുദ്ധീസ്കാരം കഴിഞ്ഞ ഉടനെ ഞങ്ങളുടെ ഒരു അടുത്ത് തന്നെ പുഴയുണ്ട്. എല്ലാവരും കൂടെ ഒരു പുഴയ്ക്ക് പോയിട്ട് പോയി അങ്ങനെ കുളിച്ച് കുളിച്ച് റെഡിയായി പെരുന്നാൾക്കാരം സ്വീകരിക്കണം. പെരുന്നാൾക്കാരം കഴിഞ്ഞ് വന്നതിന് വീട്ടിലെ പണിക്കാരും ഫ്രണ്ട്സിൻ്റെ കൂടെ നടക്കില്ല. അതിന് ഓരോരുത്തർക്കൊക്കെ ഇരിക്കുന്ന വരുന്നമാർ ഭാര്യകൾ അങ്ങനെ. പക്ഷെ അതൊരു ടൈം എന്ന് പറയുന്നത് വേറെ അപ്പമെന്ന് പറയുന്നത് എന്ത് പറയുക, ഈ പറഞ്ഞ കാലം ഒരിക്കലും തിരിച്ചു എന്നാലും പറയുക അതൊരു വല്ലാത്ത കാലം നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ മക്കളങ്ങനെയൊന്നും അല്ലത്. ഇപ്പോഴത്തെ മക്കളെ ഞാൻ കണ്ട കാഴ്ച 12 മണി ഞാൻ 11:30 വരെ പോയി കാട്ടിനിറങ്ങുന്ന വരയ്ക്കും പെൺകുട്ടികളടക്കം ടൗണിലാണുള്ളൂ. കടകടാന്തരം കയറിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ പണ്ടൊക്കെ കാലത്ത് കഴിഞ്ഞ ആൾക്കാർ കറുപ്പം കാട്ടും പുറത്തുണ്ട്. അപ്പോൾ കുടുംബക്കാരൊക്കെ ചേർന്ന് കുടുംബത്തിൽ കൂടി. പക്ഷെ അന്ന് സമയം എന്ന് പറയും പെരുന്നാൾക്ക് സീലിംഗ് ലൈറ്റ് വരയ്ക്കും ഇട്ട് അങ്ങനെ പെരുന്നാൾ ആഘോഷിക്കുന്ന ഒരു കാലം. അങ്ങനത്തെ ഒരു കാലം ഇപ്പൊക്കെ ഉണ്ട്. അത് കുട്ടികൾക്ക് പോലും ആ ഒരു വൈകുന്നില്ല. ഇപ്പൊ എനിക്ക് ഒന്നിനൊരു എന്താ പറയാ ഫ്രണ്ട്ഷിപ്പിനോ ഒന്നുമില്ല. 4 ദിവസം ഒരാളെ ഫ്രണ്ടാണെങ്കിൽ 5-ാമത്തെ ദിവസം വേറെ ആൾ ഫ്രണ്ടാണ്. പുതിയ ഫ്രണ്ട്സാണ്. പഴയ ഫ്രണ്ട്സിന് പാർപ്പ് വേണം. കാലമൊക്കെ മാറി. ഇനിയിപ്പോൾ ഇനിയുള്ള കാലങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ ഇതിൽ കൂടെ നമ്മുടെ കുട്ടികൾക്ക് വലുതാവുന്ന കാലത്തെ കുറിച്ച് നോക്കി നോക്കിയാൽ തന്നെ ഞങ്ങൾ കിടക്കുന്ന ഓർത്ത് പറയാറുണ്ട്. കുട്ടികൾക്ക് വലുതാവുന്ന ഒരു പേടിയാവാൻ തുടങ്ങി.
അതുപോലെ തന്നെ പണ്ടത്തെ നമ്മുടെ ചെറിയ ചെറിയ സന്തോഷമാകും ഇന്നത്തെ കുട്ടികൾക്കൊന്നുമല്ല. ചോറായിട്ട് ഓപ്പണാക്കിയിട്ടാണ് ഇടുന്നത്. പെട്ടെന്ന് ചെറിയൊരു വിഷയത്തോടെ ആണ് ഇന്നുണ്ടാവുന്നത്. ചെറിയൊരു ഡിസൈൻ ഡിസൈൻ പക്ഷെ കഴിഞ്ഞ അങ്ങനെ തോന്നില്ല ഇങ്ങനെയായിട്ട് അങ്ങനെ മുക്കാൽ 253 ഇവിടെ മനസ്സിലാവുന്നത് പോലെ വിളമ്പി വിരുന്ന് വിളിച്ചിട്ട പള്ളി പിരിഞ്ഞു വരുന്നവരൊക്കെ പള്ളനെ